പ്രവചനത്തിനും അപ്പുറമുള്ള പ്രകൃതി ദുരന്തങ്ങളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. പലപ്പോഴും നിലവിലുള്ള ജീവൻ രക്ഷാ ഉപകരണങ്ങൾ ഫലപ്രദമാകാത്ത സാഹചര്യവും ദുരന്തമുഖത്ത് പകച്ചു നിൽക്കാനേ മനുഷ്യന് കഴിയും. അവിടെയാണ് ഏതാനും കുട്ടികൾ തങ്ങളുടെ സാന്നിധ്യം അറിയിച്ച് അറിവുകൾ പ്രയോജനപ്പെടുത്തി സമൂഹത്തിന് തുണയാകുന്നത്. മറ്റൊന്നുമല്ല, പ്രകൃതി ദുരന്തങ്ങളും മറ്റുമുണ്ടാകുമ്പോൾ ഭൂമിക്കിടയിൽപ്പെടുന്നവരെ കണ്ടെത്തുന്നതിനുള്ള ഉപകരണം വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് കാലടി ആദിശങ്കര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. നിലവിലെ സാഹചര്യത്തിലും ഈ കണ്ടുപിടുത്തം പ്രസക്തമാണ്. ഞങ്ങളുടെ പ്രോജക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ മണ്ണിൻ്റെ അടിയിൽ നിന്ന് മനുഷ്യനെ കണ്ടെത്തുക എന്ന് തന്നെയാണ്. സോ ഞങ്ങൾ നോക്കിയപ്പം നമ്മുടെ ബോഡിയിൽ ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട്. അതോ ഇപ്പോൾ തലച്ചോറിനാണെങ്കിലും ഹൃദയത്തിനാണെങ്കിലും കൈക്ക് ഈവൻ നമ്മുടെ വിരലിന് പോലും ഓരോ ഫ്രീക്വൻസി ഉണ്ട്. അത് ഇത്രയെന്ന് പറഞ്ഞിട്ട് സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എത്ര താഴ്ചയിൽ പോയാലും നമുക്ക് ഈ ഫ്രീക്വൻസിക്ക് ഒരു മാറ്റമില്ല. തുടക്കം തൊട്ട് എൻഡ് വരെ നമുക്ക് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ ഈ ഫ്രീക്വൻസി വെച്ചിട്ടാണ് നമ്മൾ വേരിയേഷൻ കണ്ടുപിടിച്ചിട്ട് മനുഷ്യൻ ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. ഇനി മരിച്ച ആൾക്കാരെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇപ്പം തന്നെ നമുക്കറിയാം GPR എന്ന് പറഞ്ഞിട്ടൊരു റഡാർ ഉണ്ട്, അല്ലെങ്കിൽ അതുപോലത്തെ ഒരു സെൻസർ ഉണ്ട്. ആ സെൻസർ വെച്ചിട്ട് മരിച്ച ആൾക്കാരെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമുക്കിപ്പം മെയിൻലി ഇപ്പം തന്നെ നമുക്കറിയാം ഇപ്പം കർണാടകയിൽ നമുക്കറിയാം ഇപ്പോൾ ഒരു ഡിസാസ്റ്റർ നടന്നിട്ടുണ്ട്. ആൾക്കാരെ കണ്ടെത്താൻ കുറേ പാടുപെടുന്നുണ്ട്. ആളെവിടെയാണെന്ന് കണ്ടെത്താനും പാടുപെടുന്നുണ്ട്, എത്ര അടിയാണെന്നും നമുക്ക് പാടുപെടുന്നുണ്ട്. സോ അതിനൊക്കെ നമുക്ക് ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഞങ്ങൾ ഇതിനകത്തൊരു റഡാർ ഗ്രാവിറ്റി സെൻസറാണ് ഞങ്ങൾ വെച്ചേക്കണേ. ആ ഗ്രാവിറ്റി സെൻസറിലാണ് ഈ ഫ്രീക്വൻസി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത്, എന്ന് വെച്ചാൽ ഇത്ര ഫ്രീക്വൻസി. ഇപ്പം ഇതുപോലത്തെ ഒരു അപകടത്തിൽ നമ്മൾ പെടുമ്പോൾ നമ്മുടെ ഹേർട്ട് ബീറ്റ് ആയിരിക്കും കൂടുതൽ വെപ്രാളപ്പെടുന്നത്. സോ ആ ബീറ്റും അല്ലെങ്കിൽ നമ്മുടെ കൈ എന്തെങ്കിലും ഒരു മോഷൻ, നമ്മുടെ കൈ മാറ്റണം എന്ന് മാത്രമല്ല, നമ്മുടെ അകത്ത് എന്തെങ്കിലും മോശം പോലും ഉണ്ടെങ്കിൽ അതുപോലും ഇത് ഡിറ്റക്ട് ചെയ്യും. സോ ഇപ്പോൾ മണ്ണിൻ്റെ അടിയിലൊക്കെ പെട്ടിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ചിലപ്പോൾ കൈ മാറ്റാനൊന്നും പറ്റില്ല. ചിലപ്പോൾ അതിൻ്റെ അകത്തുള്ള വേരിയേഷൻ മതി നമുക്കത് കണ്ടെത്താൻ. സോ ആ ഫ്രീക്വൻസിയാണ് ഞങ്ങളപ്പോൾ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി മെയിൻലി യൂസ് ചെയ്യണത്. പിന്നീട് അവിടെ നിൽക്കുന്ന ആൾക്കാർ, ഇപ്പം നമ്മുടെ കയ്യിൽ കൺട്രോൾ ചെയ്യണ ആൾക്കാർക്ക് മാത്രം കണ്ടിട്ട് കാര്യമില്ല, അവിടെ നിൽക്കുന്ന ആൾക്കാർക്കും കൂടെ കാണാം. സോ അത് കാണാൻ വേണ്ടി ഞങ്ങൾ ഒരു മൾട്ടി ലേസറും വെച്ചിട്ടുണ്ട്. കാരണം അത് ഇനിയിപ്പോൾ 1-2 പേരല്ല, അതിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും കൂടെ കാണാൻ വേണ്ടിയായിട്ടാണ് മൾട്ടി ലേസർ വെച്ചേക്കണേ. അപ്പോൾ ഒരു വർഷത്തെ അധ്വാനമാണ് ആക്ച്വലി ഞങ്ങളുടെ ഈ ഡ്രോണ്. ഒരു വർഷത്തെ അധ്വാനം. പക്ഷേ ഞങ്ങളൊരു 3rd ഇയർ ഒരു പകുതി ആകുമ്പോൾ തന്നെ ഞങ്ങളിതാണ് കുറേ ഐഡിയാസ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫൈനലി ഞങ്ങൾ എത്തിയൊരു ടോപ്പിക്കാണ് ഹ്യൂമൻ ഡിറ്റക്ഷൻ. അതിന് തന്നെ ഇപ്പോൾ നമുക്ക് അറിയാം കുറേ ഇതേപോലെ ഒരുപാട് ഡ്രോൺസും കുറേ സംഭവങ്ങളുണ്ട്. പക്ഷേ അതിൽ തന്നെ ഞങ്ങളുടെ എങ്ങനെയാണ് വ്യത്യസ്തമാകണമെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ യൂസ് ചെയ്യുന്ന സെൻസേഴ്സ് കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ കറൻ്റ്ലി ഞങ്ങൾ ഗ്രാവിറ്റി സെൻസറാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയ സെൻസേഴ്സും ഇതിൽ വെച്ചാൽ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. അതേപോലെ തന്നെ ഇപ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഡ്രോപ്പിംഗ് മെക്കാനിസം, ക്യാമറ, ലേസർ, ഇങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും നമ്മളുണ്ട്. ഞങ്ങളുടെ സെൻസറിൻ്റെ കേപ്പബിലിറ്റി എങ്ങനെയാണ് 2 to 16 മീറ്റർ ഡെപ്ത് വരെ നമുക്ക് ഹ്യൂമണിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഇതിനൊരു നെക്സ്റ്റ് ലെവൽ ഒരു സെൻസറിൻ്റെ ഒരു അഡ്വാൻസും കൂടി ഉണ്ട്. അതിനാണ് എങ്ങനെയാണ് ഹ്യൂമൻ കിടക്കണ, എങ്ങനെയാണ് പൊസിഷൻ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് പറ്റും. അതേപോലെ തന്നെ ഇൻക്ലൂഡിങ് ഹെഡ് ബീറ്റ് അടക്കം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു ടെക്നോളജിയാണ്. പക്ഷേ കറൻ്റ്ലി ഞങ്ങളിത് വെച്ചിട്ടില്ല. അതിൻ്റെ കോസ്റ്റ് അതേപോലെ ആ ഒരു സൈഡ് കൊണ്ട് തന്നെയാണ്. ഇത് നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത് ക്വാഡ് കോപ്പറാണ് ഞങ്ങൾ എടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അതിൽ നിന്നും അത് ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നിയതുകൊണ്ടാണ് ഞങ്ങൾ ഈ എക്സ്കോപ്പർ എടുക്കാൻ മെയിൻലി കാര്യം. അപ്പോൾ അതിന് അത്യാവശ്യം പേലോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ഏകദേശം ഒരു 6 കിലോളം അതിന് താങ്ങാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമ്മൾ ഈ ഡ്രോൺ നമ്മൾ എക്സ്കോപ്പർ എടുക്കാൻ കാരണം. ഞങ്ങളുടെ പ്രൊജക്റ്റ് പറഞ്ഞ പോലെ ഞങ്ങൾ സ്റ്റാർട്ടിങ് തുടങ്ങുമ്പോൾ ഇത്ര എത്തുന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ആവുന്നോ ഒരു എക്സ്പെക്ടേഷൻസ് ഒന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരു ഐഡിയ കൊണ്ടും ചെന്നു, അത് ആക്സെപ്റ്റ് ആയി കഴിഞ്ഞ് പിന്നെ നമ്മൾ വർക്ക് ചെയ്യാൻ ചെന്നപ്പോൾ നമുക്ക് പല കൺസ്ട്രെയിൻസും ഉണ്ടായിരുന്നു. അതിൽ എങ്ങനെ ചെയ്യും, എന്തൊക്കെ വേണം, ഇതിൻ്റെ ഇടയ്ക്ക് കുറേ ഡിഫിക്കൽട്ടീസ് നമുക്ക് ചലഞ്ചസ് നമുക്ക് ഫേസ് ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ സന്തോഷമാണ്. പിന്നെ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ നമ്മളിത് ഫുള്ളി കസ്റ്റമൈസ് ആയിട്ട് ഉണ്ടാക്കിയേക്കുന്ന സാധനം നമ്മൾ ഓർഡർ ചെയ്ത് വാങ്ങിച്ച് നമ്മൾ തന്നെ കണക്ട് ചെയ്ത്, അപ്പോൾ ആ ഒരു ജേർണി ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ജേർണി ആയിരുന്നു. പ്രൊജക്റ്റ് നോക്കുമ്പോൾ ഫൈനൽ ഇയർ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ. പിന്നെ ഇതിനകത്ത് മാക്സിമം പേലോഡ് വരുന്നത് ഏകദേശം ഇപ്പോൾ ഹെക്സ്കോപ്റ്റർ ആയതുകൊണ്ട് വരുന്നത് 3 to 5 kg വരെ പേലോഡ് ഇതിനകത്തുണ്ട്. പിന്നെ കുറച്ചും കൂടിയും ടൈം എടുത്ത് നമ്മൾ ഫണ്ടും പൈസയും സെറ്റാക്കി വെച്ചിട്ട് ഇത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ലെവൽ ഉണ്ടാക്കാനായിട്ട് ഞങ്ങളുള്ള പ്ലാനിങ്ങിലാണ് ഇപ്പോൾ ഉള്ളത്.
അത് സത്യം പറയുകയാണെങ്കിൽ ഇവർ ഫൈനൽ ഇയർ പ്രൊജക്റ്റായിട്ട് വരുമ്പോൾ ഒരു ഡ്രോണിലാണ് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് അവർ പറഞ്ഞു. അപ്പോൾ അതിൽ ഒരു സോഷ്യൽ റിലവൻസ് ഉള്ള പ്രൊജക്റ്റുകൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോൾ ഒരു കുട്ടികൾ കൊണ്ട് ചെയ്യിക്കുന്നത് ഇപ്പോൾ മെജോറിറ്റി. അപ്പോൾ അങ്ങനെ ചെയ്യണതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഒരു ഡ്രോണിനെ കൊണ്ട് ഒരു സോഷ്യലി റിലവൻ്റ് ആയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ചിന്തിച്ചപ്പോഴാണ് അവർ ഇങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവന്നത്. അപ്പോൾ ഹ്യൂമൻ ഡിറ്റക്ഷൻ എന്ന് പറയുമ്പോൾ പല ഡിസാസ്റ്റർ നടക്കുന്ന കേസസ് നമ്മുടെ കേരളത്തിൽ സ്വാഭാവികമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആപ്ലിക്കേഷൻ ലെവലിലും അത് ഒരുപാട് അഡ്വാൻറ്റേജ് ആയിരിക്കും. ടെക്നോളജി കൊണ്ട് സാധാരണ മനുഷ്യന്മാർക്ക് എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടാവുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് ഇതിന് വളരെ വലിയൊരു കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റും. പ്രകൃതി ദുരന്തങ്ങൾ അടിക്കടി ഉണ്ടാകുന്ന നമ്മുടെ നാട്ടിൽ മണ്ണിനടിയിൽപ്പെട്ടവരെ വരെ രക്ഷിച്ചെടുക്കാൻ സഹായിക്കുന്ന ഇത്തരമൊരു ഉപകരണം വികസിപ്പിച്ചെടുത്തതിലൂടെ കാലടി ആദിശങ്കര എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ സമൂഹത്തിന് നൽകുന്ന സേവനം വളരെ വലുതാണ്. നാളുകളിൽ ഒരുപാട് പേർക്ക് ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. വിപിൻ ആലുവയ്ക്കൊപ്പം ബീന റാണി, ജനം, കൊച്ചി.